കോഴിക്കോട് കല്ലാച്ചി വളയം റോഡിൽ കാർ യാത്രക്കാരായ കുടുംബത്തിന് നേരെ ആക്രമണം. 5 മാസം പ്രായമായ കുട്ടി ഉൾപ്പെടെ 4 പേർക്കാണ് പരിക്കേറ്റത്. വിവാഹ സംഘം ഓടിച്ച ഥാർ ജീപ്പ് ചെക്യാട് സ്വദേശികൾ സഞ്ചരിച്ച കാറിലിടിച്ചത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിനിടയാക്കിയത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അഖില സിപി നൽകും വിവരങ്ങൾ. അഖില, എന്താണ് അവിടെ ഉണ്ടായത്? വലിയ ആൾക്കൂട്ടമൊക്കെ കാണുന്നുണ്ട്. ഒരു അപകടം നടക്കുന്നു, അതിന് പിന്നാലെ അതൊരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ സംസാരിച്ച് തീർക്കാനോ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാനോ ഉള്ള ശ്രമിക്കുന്നത് കയ്യേറ്റത്തിലേക്കാണോ കൊലാശിക്കുന്നത്? അക്ഷയ, കോഴിക്കോട് കല്ലാച്ചി വളയം റോഡിന് സമീപത്ത് വെച്ചാണ് ഈ കാറിലുണ്ടായിരുന്നതും കാർ ജീപ്പിലുണ്ടായിരുന്നവരും തമ്മിൽ അക്രമം ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാറിലുണ്ടായിരുന്ന 5 മാസം പ്രായമായ കുട്ടിക്ക് വരെ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുട്ടി ഉൾപ്പെടെ 4 പേർക്കാണ് പ്രധാനമായും പരിക്കേറ്റിട്ടുള്ളത്. അതായത് വളയം ഭാഗത്തേക്ക് നിന്ന് കല്ലാച്ചി ഭാഗത്തേക്ക് വരികയായിരുന്ന വിവാഹ സംഘം ഓടിച്ച കാർ ജീപ്പ് ഈ ചെക്കാട് സ്വദേശികൾ സഞ്ചരിച്ച കാറിലിടിച്ചത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. കാർ ജീപ്പിലുണ്ടായിരുന്ന 6 പേർ അടങ്ങുന്ന സംഘമാണ് കാർ യാത്രക്കാരായ കുടുംബത്തെ ആക്രമിച്ചത്. മാത്രമല്ല, കാറിന്റെ ഗ്ലാസ് കാർ ജീപ്പിലുണ്ടായിരുന്നവർ ഇരുമ്പുവടി കൊണ്ട് അടിച്ചു തകർക്കുകയും യാത്രക്കാരെ ആക്രമിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പ്രധാനമായും പരാതിയുള്ളത്. പരിക്കേറ്റവർ എന്തായാലും നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടുണ്ട്. കുട്ടി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഖില, കേൾക്കാമോ? യാത്രക്കിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇരുമ്പുവടിയൊക്കെ വെച്ച് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇരുമ്പുവടി അവരുടെ കയ്യിലുണ്ടാകണം. യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ കയ്യിൽ കരുതി യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അത്ര സാധാരണക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും കുഞ്ഞിനുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ഈ സംഘർഷത്തിനിടയിൽ എന്നുള്ളതാണ് അഖില റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത. കോഴിക്കോട് ആണ് ഈ സംഭവം. അഖിലയുണ്ട്. അഖില, ഈ ഇരുമ്പുവടി കൊണ്ടാണ് ഈ അടിച്ചതെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം. അതായത് ഇരുമ്പുവടിയൊന്നും സാധാരണ യാത്ര ചെയ്യുന്ന ആൾക്കാർ കൈ കരുതുന്നല്ലോ. എന്താണ് അതിനെപ്പറ്റി ഒരു വ്യക്തത നൽകാമോ? അക്ഷയ, ഇരുമ്പ് വടി കൊണ്ട് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. അതായത് കാറിൽ ഉണ്ടായിരുന്ന കുടുംബത്തെയാണ് ഈ ഇരുമ്പ് വടി കൊണ്ട് ആക്രമിച്ചിരിക്കുന്നത്. കാർ വിവാഹത്തിന് പോവുകയായിരുന്ന സംഘം എന്തിനാണ് ഇരുമ്പ് വടി സൂക്ഷിച്ചത് എന്നതിലെല്ലാം വ്യക്തത വരുത്താനുണ്ട്. കാരണം 5 മാസം പ്രായമായ കുട്ടിക്ക് വരെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ യാതൊരു കരുണയും ഇല്ലാതെയാണ് അവിടെ അക്രമം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസ് ഇപ്പോൾ വളയം ഭാഗത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. പരിശോധനകൾ തുടരുകയാണ്. അപ്പൊ ഈ കാർ ജീപ്പിലുണ്ടായിരുന്ന സംഘം വിവാഹത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനിടെ കാറും ഥാർ ജീപ്പും തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അത് ചോദ്യം ചെയ്തതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അക്രമത്തിലേക്ക് നയിച്ചത്. ഒരു കുട്ടി, 5 മാസം പ്രായമുള്ള കുട്ടി എന്നുള്ള കരുണ പോലും കാണിക്കാതെയാണ് ഈ സംഘം ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇരുമ്പ് വടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധന നടത്തുകയാണ്. സ്ഥലത്ത് വളയം പോലീസ് ക്യാമ്പും ചെയ്തിട്ടുണ്ട്. ശരി, അഖില സിപി ആണ് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കുഞ്ഞിനോട് പോലും കരുണ കാണിക്കാതെ അത്തരത്തിൽ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അവരത്ര സാധാരണക്കാരായ ആളുകളായിരിക്കില്ല. എന്തിനാണ് ഇരുമ്പുവടിയും കൊണ്ട് വാഹനത്തിൽ പോയത് എന്നതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്.